നമസ്കാരം. നിങ്ങളിൽ പലരും ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നവരായിരിക്കും. ഹസ്ബൻഡ് 1 മണിക്കൂറായിട്ട് ബാത്റൂമിൽ തന്നെ ഇരിക്കുകയാണെന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ വളരെയധികം പ്രയാസം, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു മലബന്ധ പ്രശ്നമുള്ളവർ, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരൊക്കെ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണം. പല രോഗങ്ങളിലേക്കും പിന്നീട് ഇത് നയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമ്മൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിന്ന് ചെറുതായിട്ട് പൈൽസ് എന്ന രോഗത്തിനെ കുറിച്ചൊന്ന് നോക്കാം, അഥവാ മൂലക്കുരു എന്ന് പറയുന്ന അസുഖം. പലരും ഒ പിയിൽ വരുമ്പോൾ പറയാറ് പോലുമില്ല, ബ്ലീഡിങ് ആണെന്ന് പറയും. ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, സ്ത്രീകളാവുന്ന സമയത്ത് ബ്ലീഡിങ് പെർ വെജൈനൽ ബ്ലീഡിങ് ആണോ. അപ്പം അങ്ങനെ നമ്മൾ വേർപ്പെടുത്തി ചോദിക്കുമ്പോൾ മാത്രമേ അവർ പറയുള്ളൂ, അല്ല ഡോക്ടറെ, മോഷൻ പോകുന്ന ഭാഗത്താണ് ബ്ലീഡിങ് വരുന്നത്, കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചില കേസൊക്കെ നമ്മൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ 4th സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. പൈൽസിൻ്റെ 4th സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ മൂലം നല്ലോണം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൊക്കെയാണ് നമ്മൾ ചില പേഷ്യൻസിനെ കാണാറുള്ളത്. അപ്പോൾ നമുക്കിത് നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കെ, അതുപോലെ തന്നെ രോഗിക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ വന്നിട്ടും അവരെന്തുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു റീസൺ ഇത് പറയാനുള്ളൊരു മടിയാണ്. ഇതെന്തോ നമ്മളുടെ മുന്നേ ചെയ്ത് എന്തോ തെറ്റുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്, അല്ലെങ്കിൽ ഇത് പറയാൻ മടിയുള്ള സംഭവമാണെന്നൊക്കെ കരുതിയിട്ടാണ് പലരും വരാത്തത്. ചിലരാകട്ടെ, ചില ലേഡി പേഷ്യൻസ് ലേഡി ഡോക്ടറെ തന്നെ കാണാൻ വെയിറ്റ് ചെയ്യും. മെയിൽ ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഇല്ല, ഒരു ലേഡി ഡോക്ടർ നോക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അധിക കേസും എൻ്റെ അടുത്ത് ലേഡീസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അവർ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണിത്, നിങ്ങൾ ലേഡി ആയതുകൊണ്ട് മാത്രമാണ് വന്നത്, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കാണിക്കുന്നതെന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ രോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ കാരണം എന്താണ്, ഇതെങ്ങനെയൊക്കെ തടയാം, എന്തൊക്കെ ഫുഡ് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിച്ചാൽ ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഇപ്പോൾ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എല്ലാ രോഗങ്ങളും രോഗി ഒന്നായിട്ടേ വന്നിട്ട് പറയുള്ളൂ. ഫിസ്റ്റുല ഉണ്ടെന്നോ ഫിഷർ ഉണ്ടെന്നോ പൈൽസ് ഉണ്ടെന്നോ വേർതിരിച്ച് പറയില്ല. അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ മൂലക്കുരു ഉണ്ട്, പൈൽസ് ഉണ്ടെന്ന് മാത്രമാണ് പറയുക. ഇപ്പോൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്താണ് രക്തത്തിൻ്റെ ഭാഗത്തുള്ള രോഗം എന്നൊരു ഡോക്ടർക്ക് മാത്രമേ വിശദീകരിച്ച് പറയാൻ സാധിക്കുള്ളൂ. പൈൽസും ഫിഷറും ഫിസ്റ്റുലയ്ക്കൊക്കെ രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ ആനൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഫിഷർ ആണെങ്കിൽ ഫിഷർ എന്നും, ഫിസ്റ്റുല ആണെങ്കിൽ കുരുക്കൾ പോലെ ആ ഭാഗത്ത് രൂപപ്പെടുകയും, പൈൽസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഉണല് പോലെ പുറത്തേക്ക് ഒരു കുരു രൂപത്തിൽ തള്ളി നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ പൈൽസ് 2 തരത്തിൽ തന്നെ ഉണ്ട്. എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്, ഇന്റേണൽ പൈൽസും ഉണ്ട്. നമുക്ക് സാധാരണ ഇന്റേണൽ പൈൽസ് ഡയഗ്നോസ് ചെയ്യാൻ ഒരുപാട് വൈകും. പെയിൻലെസ് ആയിരിക്കും യൂഷ്വലി. ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും പേഷ്യൻറ്റിന് ഉണ്ടാവില്ല. പക്ഷേ ആകെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ബ്ലീഡിങ് ആയിരിക്കും, മോഷൻ പോകുന്ന സമയത്തുള്ള ബ്ലീഡിങ്. അത് തന്നെ നമ്മളിപ്പോൾ ഈ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം പലരും മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോകുന്നത് അറിയില്ല. അത് ആ വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലഷ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുമില്ല. അപ്പോൾ ഇത് പെയിൻലെസ്സും കൂടെയാണ്. അപ്പോൾ ബ്ലീഡിങ് ഈ രീതിയിലാവുന്നത് കൊണ്ട് പലരും ഇത് ഡയഗ്നോസ് ചെയ്യാൻ വൈകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവാറുണ്ട്. അപ്പോൾ ഇതിന് സാധാരണയായിട്ട് പെയിൻ ഉണ്ടാവാറില്ല. ചില ആൾക്കാരിലാണെങ്കിൽ മോഷൻ പോകുന്ന സമയത്ത് എന്തോ ഒരു ഇറച്ചി കഷ്ണം പോലെ തള്ളി വരുന്നു എന്ന് പറയും. അത് മോഷൻ പോയി കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് കയറി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരിത് കാര്യമാക്കാറില്ല. ഇനി സെക്കൻഡ് കാറ്റഗറി ആകുമ്പോൾ ഈ എക്സ്റ്റേണൽ പൈൽസിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് പലരും ഒ പിയിൽ എത്താറുള്ളത്. അതാവുമ്പോൾ ഇത് പുറത്തേക്ക് ഫുൾ ടൈം തള്ളി നിൽക്കും. ഇത് തന്നെ 4 സ്റ്റേജസിലുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചൊറിച്ചിലും ബുദ്ധിമുട്ടും, മോഷൻ പോകുമ്പോൾ ഒരു പെയിനും, അല്ലെങ്കിൽ എന്തെങ്കിലും ആനസിൽ ആ ഒരു മോഷൻ പോകുന്ന ഭാഗത്ത് എന്തെങ്കിലും തറച്ച് നിൽക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. ചിലർ വന്ന് പറയാറുണ്ട് സിമെൻറ്റോ പൊടിയോ ഒക്കെ അതിനകത്തുള്ള പോലെ ഒരു ഗ്രാവൽ സെൻസേഷൻ എന്ന് പറയും. എന്തോ തടച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഡോക്ടറെ ചൊറിയുന്നുണ്ട്, എന്തോ നീര് പോലെ ഒലിച്ചു വരുന്ന പോലെ ഉണ്ട്, മോഷൻ പോകുന്ന സമയത്ത് മാത്രം എനിക്ക് വേദന ഉണ്ടെന്ന് പറയും. ഇതൊക്കെ ചെറിയ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന പ്രശ്നങ്ങളാണ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഇത് തള്ളി പുറത്തേക്ക് നിൽക്കാൻ തുടങ്ങും. അത് തന്നെ നിങ്ങൾ വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലാവുമ്പോൾ ഇത് പുറത്ത് തള്ളി നിൽക്കും. മോഷൻ പോകുന്ന സമയത്ത് തള്ളി വരും, മോഷൻ പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോവും. ഇനി തേർഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് മോഷൻ പോകുമ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് കയറി പോവില്ല. വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അകത്തേക്ക് പോവുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തും. ആൻഡ് ഫൈനൽ സ്റ്റേജ് 4th സ്റ്റേജിലാണെങ്കിൽ ഫുൾ ടൈം ഈ പൈൽസ് പ്രൊട്രൂഡഡ് ആയിട്ട് പുറത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ അടുത്ത് ഈ അടുത്തൊരു പേഷ്യൻ്റ് വന്നു, അവർക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എത്ര നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട്? അപ്പോൾ അവർ പറഞ്ഞതാണ് 21 വർഷമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണെന്ന്. ഈ 21 വർഷത്തിനിടയ്ക്ക് ഒരു ഡോക്ടറെ പോലും അവർ കാണിച്ചിട്ടില്ല, ആദ്യമായിട്ട് കാണിക്കുന്നത് തന്നെയാണ്. ഞാൻ ആ കേസ് നോക്കിയപ്പോൾ തന്നെ അത് സർജറി ഒരു സ്റ്റേജിലേക്ക് പോകേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. മരുന്ന് കൊണ്ട് മാറാൻ വളരെ പ്രയാസമാണ്. അപ്പം നമുക്കിത് സർജറിയിലേക്ക് എത്താതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനിഷ്യൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണുകയാണ്, നിങ്ങൾക്ക് ബ്ലീഡിങ് വരികയാണ്, അത് അസാധാരണമായിട്ട് ഉണ്ടാവുന്നത് തന്നെയാണ്. ബ്ലീഡിങ് ഒരു നോർമൽ ആയിട്ടുള്ള സംഭവമല്ല.
ഇപ്പോൾ നിങ്ങൾ തന്നെ 2 ടൈപ്പിൽ ബ്ലഡ് വരാം. ഇപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളറിൽ മോഷൻ്റെ കൂടെ ബ്ലഡ് പോകും, ഒരു ടാറി സ്റ്റൂൾ അല്ലെങ്കിൽ ടാറി കളറിലുള്ള ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ അത് ദഹിച്ചിട്ട് വരുന്ന ബ്ലഡ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മുടെ കുടൽ ഭാഗത്തു നിന്നല്ല, ദഹനം നടക്കുന്ന ഭാഗത്തു നിന്ന് വരുന്ന ബ്ലഡാണ്. അപ്പോൾ വയറിൽ നിന്നായിരിക്കണം ബ്ലഡ് വരുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ നമുക്ക് കുറച്ചും കൂടെ അപ്പർ GI ട്രാക്റ്റിൻ്റെ ഒരു പ്രശ്നമാണ്, അപ്പർ GI ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഫ്രഷ് ബ്ലഡ്, ഫ്രഷ് കളറിലുള്ള ബ്ലഡാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് ലോവർ GI ട്രാക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചിലപ്പം കോളോൺ ആയിരിക്കാം, ചിലപ്പോൾ രക്തത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യേണ്ടത്. ഇനി ആർക്കൊക്കെ ഈ പൈൽസ് വരും? ഇപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തുടരുന്നവരായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കാണിച്ച് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി പൈൽസ് എന്തുകൊണ്ടൊക്കെ വരും എന്നുള്ളത് നോക്കാം. പലപ്പോഴും നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു ഹെവി പ്രഷർ, ഒരു ലോങ് ലാസ്റ്റിംഗ് കുറേ പീരീഡ് ആയിട്ടുള്ള ഒരു ഹെവി പ്രഷറാണ് പലപ്പോഴും പൈൽസ് എന്ന രോഗം ഉണ്ടാക്കുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് 1-2 മണിക്കൂർ അവിടെ ഇരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോഷൻ വരാനുള്ള പ്രയാസമായിരിക്കാം അതിൻ്റെ കാരണം, കോൺസ്റ്റിപ്പേഷൻ ഉള്ളതായിരിക്കാം കാരണം. ചിലർക്കൊക്കെ 5 വയസ്സ് തൊട്ടേ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തൊട്ടേ തുടങ്ങിയ കോൺസ്റ്റിപ്പേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഒരാഴ്ച കൂടുമ്പോൾ ടോയ്ലറ്റിൽ പോകുന്നവരൊക്കെ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട്, അതൊക്കെ വളരെ കോമൺ ആണ്. അപ്പം അങ്ങനത്തെ പ്രശ്നമുള്ളവർ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും കോൺസ്റ്റിപ്പേഷൻ മാറാനുള്ള മരുന്ന് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കംപ്ലൈൻറ്റ് കൂടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഇവർക്ക് മോഷൻ പോകാൻ പ്രയാസം ഉണ്ടായിട്ടല്ല അവർ ബാത്റൂമിൽ ഇരിക്കുന്നത്, അവർ ചുമ്മാ ഫോണും പത്രവും ഒക്കെ കൊണ്ട് ബാത്റൂമിൽ പോയി ചുമ്മാ ഇരിക്കുന്നവർക്കും ഈ ഒരു അപകടാവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വെറുതെ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, വെറുതെ ടോയ്ലറ്റിൽ ഇരിക്കുക എന്നുള്ളത് പോലും പൈൽസിനുള്ള സാധ്യത കൂട്ടും. ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഷെഡേ എന്ന് പറഞ്ഞ് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ മോർണിംഗ് 8 o'clock തുടങ്ങി ഓവർ ടൈം എടുത്ത് രാത്രി 10 മണി വരെ ഓഫീസിൽ ഇരിക്കുന്ന ഒരാളാണ്, സിറ്റിംഗ് ജോബാണ് കൂടുതൽ, അതിനിടയിൽ നിങ്ങൾക്ക് നടത്തമില്ല, എക്സസൈസ് ഇല്ല, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും പൈൽസ് എന്ന രോഗത്തിന് വളരെയധികം കാരണമാക്കുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പ്രഷറുകൾ വയറിൽ വരുന്നത്, ഉദാഹരണത്തിന് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ മൂലം തള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്രഷർ വരികയാണ്, വോമ്പിൻ്റെ പ്രഷർ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് ആവുന്നതിലൂടെ പുറത്തേക്ക് ഈ ഒരു പൈൽസിൻ്റെ പ്രൊട്രൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി, കൂടുതലായിട്ടും പോസ്റ്റ് ഡെലിവറി കംപ്ലയിൻസ് ആണ് വരാറ്. ഡെലിവറി ഒരു ഫോഴ്സ്ഫുൾ ലേബർ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് ഈ ഒരു പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ അത് ടെമ്പററി ആവാനാണ് കൂടുതലും ചാൻസ്. കുറച്ച് നാളത്തേക്ക്, ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു 4-5 മാസം വരെ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവാം. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ക്ലിയർ ആവാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ ടൈമിൽ ഹെവി ഫുഡുകൾ ആൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സമ്പ്രദായം ഉണ്ട്, 40 ദിവസം അല്ലെങ്കിൽ 90 ദിവസം ഹെവി ആയിട്ട് നെയ്യ്, ആട്, മറ്റ് സംഭവങ്ങളെല്ലാം, അതുപോലെ പല മരുന്നുകളും പേഷ്യൻറ്റിന് കുത്തിക്കലക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിലൂടെ പേഷ്യൻ്റ് വളരെയധികം തടിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻഡയറക്ട്ലി ഒബീസിറ്റി അഥവാ വണ്ണക്കൂടുതൽ ഇതിനൊരു കാരണമാവുന്നുണ്ട്. ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്താലും വയറിലേക്ക് പ്രഷർ വരും. ഇനി നിരന്തരമായിട്ട് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, ഗ്യാസിൻ്റെ കംപ്ലയിൻസ് ഉള്ളവർ, ഫ്ലാറ്റുലൻസ് പോയിക്കൊണ്ടിരിക്കുന്നവർ, ഏമ്പക്കമുള്ളവർ, ഇങ്ങനത്തെ ആൾക്കാരും പൈൽസിൻ്റെ രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളവരാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിൽ അധികം ഇരിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ, നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, ഇടയ്ക്ക് ഒരു 15 മിനിറ്റ്സ് നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുക അല്ലെങ്കിൽ നടക്കുക, ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഇനി ഇത് വന്നവരാണ്, ഓൾറെഡി നിങ്ങൾക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഡോക്ടറെ, ഞങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോർമൽ അല്ല എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക, ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സ്റ്റേജാണ് ഇനി ഫസ്റ്റ് സ്ഥിരീകരിക്കേണ്ടത്, പൈൽസ് ആണോ, ഫിഷർ ആണോ, ഫിസ്റ്റുല ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന് ഡോക്ടർ ആദ്യം ചെയ്യുന്നത് ഒരു റെക്ടൽ എക്സാമിനേഷൻ, അതിനുശേഷം നിങ്ങൾക്ക് ഫർദർ വേണം, ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഫർദർ ടെസ്റ്റുകൾ ആവശ്യമാണ്, ഡോക്ടർക്ക് ആ ഒരു എക്സാമിനേഷനിൽ നിന്ന് മാത്രം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് കൊളോണോസ്കോപ്പി, സിഗ്മോയിഡോസ്കോപ്പി എന്നുപോലുള്ള പല ടെസ്റ്റുകളിലേക്കും നമ്മൾ വഴിതിരിച്ച് വിടുന്നത്. ഇനി നിങ്ങൾക്ക് പൈൽസ് ആണെന്ന് സ്ഥിരീകരിച്ചു, അതിൻ്റെ സ്റ്റേജ് അറിഞ്ഞു എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ ഡയറ്റിൽ സ്പൈസി ഫുഡ് വളരെയധികം കുറക്കുക. എരിവുള്ള ഭക്ഷണങ്ങൾ ഇതിന് ദോഷം ചെയ്യും. അതുപോലെ ഓവർ സോൾട്ടഡ് ഫുഡും ആവശ്യം ഇല്ല, അതും കുറക്കാൻ ശ്രദ്ധിക്കുക. ഡയറ്റിൽ ധാരാളം വെള്ളം കുടിക്കുക. കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. എന്തൊക്കെയാണ് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ? ഫ്രൂട്ട്സിൽ കൂടുതലായിട്ടും പപ്പായ, ഓറഞ്ച്, മാങ്ങ, പഴം ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ
ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈബർ കൂടുതലായിട്ട് കിട്ടും. ആപ്പിൾ ഇതെല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സ് ഡെയിലി നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗം ആക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. വെള്ളം കുടിക്കുന്നതിന് ഒരു മടിയും കാണിക്കരുത്. പലപ്പോഴും ആൾക്കാർ ഇവിടെ വന്ന് ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് പൈൽസ് ആയിരിക്കില്ല, വരണ്ടിട്ട് പൊട്ടിയിട്ടുണ്ടാവും, ഉൾഭാഗങ്ങളൊക്കെ ഫിഷർ പോലെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജിലും ഞാൻ വെള്ളം കുടിക്കാൻ തന്നെയാണ് പറയാറ്. നല്ലോണം വെള്ളം കുടിക്കുക. ഇനി മറ്റൊരു സൊല്യൂഷൻ, നിങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ ശ്രദ്ധ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം വീട്ടിൽ ചെയ്യാവുന്നത്, അതിന് നിങ്ങൾ ഏത് സ്റ്റേജ് പൈൽസ് ഉള്ള ആളായിക്കോട്ടെ, ഇനി ഫിഷറോ ഫിസ്റ്റുലോ ആയിക്കോട്ടെ, സിറ്റ്സ് ബാത്ത് എന്നൊരു പ്രൊസീജിയർ ഉണ്ട്. ഒരു വട്ടപാത്രത്തിൽ 1/4 ഭാഗം ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം മതി, നിറച്ചതിന് ശേഷം 3-4 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ടിട്ട് അതിലിരിക്കുക. നല്ല രീതിയിൽ ആനസിൻ്റെ റീജിയൻ നല്ലതായി മുങ്ങുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് ഒരു 20 മിനിറ്റ് ഒക്കെ ഇരുന്നാൽ വെള്ളത്തിൻ്റെ ചൂട് മാറുന്ന വരെ ഇരുന്നാൽ മതിയോ. ഇത് 2, 3, 4 തവണ നിങ്ങൾക്ക് ദിവസം ചെയ്യാം. എന്തെങ്കിലും വീക്കങ്ങളോ തടിപ്പുകളോ എന്തുണ്ടെങ്കിലും അവിടെ നിന്ന് അത് പോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ സിറ്റ്സ് ബാത്ത് എന്നുള്ള പ്രൊസീജിയറാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഫൈബർ ഫുഡ് കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൈൽസ് എന്ന രോഗത്തിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ എന്ന് പറയാറുണ്ട് ചിക്കൻ കഴിക്കുമ്പോൾ ഡോക്ടറെ ബ്ലീഡിങ് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു ഫുഡ് ഡയറി കീപ്പ് ചെയ്യാനാണ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതൊരു ഡയറി അല്ലെങ്കിൽ ഒരു ചാർട്ട് കീപ്പ് ചെയ്ത് അതിൽ എഴുതി വെക്കുക. അത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രോഗങ്ങൾ പറയാൻ മടിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ ഫുഡ് ഡയറി കീപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ എഴുതിയിട്ട് എന്ത് ഫുഡ് രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, നൈറ്റ് എന്ത് കഴിച്ചു എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുഡുകളെല്ലാം റൗണ്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു 3 തവണ സെയിം ഫുഡിൽ നിങ്ങൾ സർക്കിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫുഡ് നിങ്ങൾക്ക് പറ്റാത്തതാണ്, അത് നിങ്ങൾക്ക് പൈൽസ് എന്ന രോഗം വർദ്ധിക്കാൻ കാരണമാക്കുന്നു എന്ന് മനസ്സിലാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഫുഡ് പിന്നീട് അവോയ്ഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു ജനറൽ ഡയറ്റ് ചാർട്ട് എപ്പോഴും കൊടുക്കാറുണ്ട്. ബട്ട് ആ ജനറൽ ഡയറ്റ് ചാർട്ടിൽ ഉപരി ചില പേഷ്യൻറ്റിന് ഇൻഡിവിജ്വലായിട്ട് ചില സാധനങ്ങൾ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വന്ന് പറയാറുണ്ട് മത്തി കഴിക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, മത്തി കഴിക്കുമ്പോൾ ചൊറിച്ചിൽ കൂടുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് ആ ഫുഡ് നിങ്ങൾ ഫുഡ് ഡയറിയിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്, ഇന്ന ഫുഡ് കഴിക്കുമ്പോൾ പ്രയാസമുണ്ട്. ചിലർക്ക് പേരൊക്കെ കഴിച്ചാൽ വലിയ പ്രയാസം, കോൺസ്റ്റിപ്പേഷനാണ്, 3-4 ദിവസം ഒന്നും മോഷൻ പോവില്ല. അപ്പോൾ ഈ ഫിഷർ ഫിസ്റ്റുല ഒക്കെ ഉള്ള കേസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ വരികയാണെങ്കിൽ അപ്പോൾ ആ കോൺസ്റ്റിപ്പേഷൻ്റെ സമയത്ത് ഈ ഫിഷറൊക്കെ വന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. വൺസ് ഇങ്ങനെ ഒരു പൊട്ടൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ മുറിവിന് ഉണങ്ങാനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കണം. നെക്സ്റ്റ് ഡേ നമ്മൾ ടൈറ്റായിട്ട് തന്നെ മോഷൻ പോകുമ്പോൾ വീണ്ടും ആ മുറിവ് വീണ്ടും വിള്ളൽ വരും, വീണ്ടും അത് അതിജീവിക്കാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പിന്നെ അതൊന്ന് ഹീൽ ചെയ്ത് തുടങ്ങുമായിരിക്കും, വീണ്ടും നെക്സ്റ്റ് ഡേ മോഷൻ പോകുന്നു, അപ്പോൾ വീണ്ടും ഈ പൊട്ടൽ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പല ഫിഷർ ഫിസ്റ്റുല കേസുകളൊന്നും മാറാതെ രോഗിക്ക് നിത്യേന ഈ ഒരു രോഗം അനുഭവിക്കേണ്ടി വരുന്നത്. എപ്പോഴും ലൂസായിട്ട് മോഷൻ പോകുന്ന മെഡിസിൻസ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കംപ്ലൈൻറ്റിനെ കുറേയൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പെയിനിന് ഓയിൻമെൻറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള മെഡിസിൻസ് ആണ്. എല്ലാവർക്കും ഒരേ മരുന്നുകൾ കൊടുക്കുകയില്ല. ഒരു രോഗിക്കും പൈൽസ് എന്ന രോഗത്തിന് ഒരേ ലക്ഷണങ്ങളാവുകയില്ല, പലർക്കും പല ലക്ഷണങ്ങളാണ് വരാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കും കൊടുക്കുക. ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ജർമ്മൻ പൊട്ടൻസി മെഡിസിനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും. അതോടൊപ്പം തന്നെ രോഗങ്ങൾക്ക് പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻസ് കൊടുക്കുന്നതിലൂടെ രോഗിക്ക് ശാശ്വതമായിട്ടുള്ള ഒരു റിലീഫ് കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നീട് ആ രോഗം വരാതിരിക്കാനുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചിലപ്പോൾ ഡയറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. എപ്പോഴും മുരിങ്ങയുടെ ഇല, മുട്ട, അതുപോലെ ചിക്കൻ എന്നുള്ള ഐറ്റംസ് ജനറലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അത് ഒഴിവാക്കുക. ഒപ്പം നിങ്ങളുടെ ഗട്ടിന് ഗുഡ് ബാക്ടീരിയ വളരാനായിട്ട് തൈര് നിങ്ങളുടെ ഡയറ്റിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സിറ്റ്സ് ബാത്തും ചെയ്യുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് മാറും. പക്ഷേ ഒരിക്കലും നിങ്ങൾ സിറ്റ്സ് ബാത്തും ഓയിൻമെൻറ്റ്സും കോൺസ്റ്റിപ്പേഷൻ ലാക്സേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കാണാൻ മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ ജോബിതാക്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.